ദൈവനാമത്തിൽ മാത്രമുണ്ടാകട്ടെ. യേശുവായൂരി അംബാസൻ സർക്കാർ വൈദികരെ, ഷമാശന്മാരെ, പ്രധാനമന്ത്രിമാരെ, പരിശുദ്ധ സഭയിൽ ഒരു കശീശ കൂടി രൂപപ്പെടുകയാണ്. പ്രിയപ്പെട്ട എബ്രഹാം ഷമാശൻ പരിശുദ്ധാവാദിന്റെ തൃക്കരങ്ങളായ ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ പരിശുദ്ധ സഭയിൽ ഒരു നല്ല പുരോഹിതനായി മാറിയിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട തിരുയാമലച്ചൻ തിരുമേനിമാരെ മാറ്റിയെങ്കിലും ഈ ചടങ്ങിന്റെ ഭംഗിക്ക് വളരെ ചുരുക്കമായി ഒരു വാക്ക് മാത്രം ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച് ആശംസിച്ച് നിർത്തുന്നു. വൈദിക സെമിനാരിയിൽ വളരെ സുദൃഢമായ രീതിയിൽ പഠനം പൂർത്തിയാക്കി വിവാഹിതനായി പൂർണ്ണസമാശനായി ഇപ്പോൾ വൈദികനുമായി സഭയുടെ നിയോഗപ്രകാരം വയലിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നവ കശീശയ്ക്ക് വേണ്ടി എല്ലാവരും കുട്ടികളെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ബലഹീനമായി എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഇതെല്ലാം നല്ലത് വന്നാലും തീയത് വന്നാലും പുരോഹിതന്റെ ജീവിതം പരിശുദ്ധ ക്രോമോസിനോട് ബലിപീഠത്തോട് ചേർന്നാണ്. ബലിപീഠത്തിൽ നിന്ന് ലഭിക്കുന്നതായ ഊർജവും പ്രകാശവും ആയിരിക്കും ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭക്ഷണം. എല്ലാ തരത്തിലുള്ള ഭക്ഷണം അത് തന്നെയാണ്. അവിടെ നിന്ന് ലഭിക്കുന്നതായ ഊർജവും പ്രകാശവും താൻ സ്വീകരിച്ച് ദൈവജനത്തിന് പകർന്നു കൊടുക്കുവാനും ദൈവജനത്തെ ദൈവത്തിലേക്ക് നയിക്കുവാനും ഈ പ്രിയപ്പെട്ട എബ്രഹാം ഷമാശന് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ബലഹീനനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ ഈ മുൻകൂടാരത്തിൽ കൊടുത്തിരിക്കുന്ന യുവതി അത് അനുഗ്രഹപ്രദമായി വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാനും അതിനെ ദൈവജനത്തിന് പകർന്നു കൊടുക്കുവാനും അദ്ദേഹത്തിന് ഇടയാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. കോട്ടയം ഭദ്രാസനത്തിലേക്ക് പരിശുദ്ധ ഭാവാതിരിക്ക് വേണ്ടി അവിടെയുള്ള എല്ലാ വൈദികരണത്തിനു വേണ്ടി ഈ പ്രിയപ്പെട്ട ഏബ്രഹാം കശീശയെ വൈദിക സംഘത്തിലേക്ക് സ്വീകരിക്കുന്നു. അച്ഛനോടൊപ്പം അച്ഛൻ്റെ സഹോദരി പ്രിയപ്പെട്ട വശത്തെ ബസ്ക്യാനുമാരുടെ ഇടത്തിലേക്കും സ്വീകരിക്കുന്നു. ദൈവം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പരിശുദ്ധ സഭയിൽ ശുശ്രൂഷിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ ധാരാളമായി കൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഈ അച്ഛനെ ഇതുപോലെ ആക്കിയെടുത്ത അച്ഛൻ്റെ മാതാപിതാക്കളെയും അച്ഛൻ്റെ കുടുംബാംഗങ്ങളെയും പഠിപ്പിച്ച ഗുരുക്കന്മാരെയും സർവ്വരെയും ദൈവസഭ സമർപ്പിക്കുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. കോട്ടയം സംസ്കൃതത്തിൽ ബഹുമാനപ്പെട്ട തോമസ് സർവീസ് സഹോദരങ്ങളെ കർത്താവിലും അനുഗ്രഹിക്കട്ടെ. കോട്ടയം മുദ്രാസനോപരിച്ചായി അനുഗ്രഹിക്കുന്ന പ്രവാചകനെ പട്ടം കൊടുക്കുകയും കോട്ടയം മുദ്രാസന സഹായ മെത്രാപ്പോലീത്ത ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി കോട്ടയം മുദ്രാസനത്തിന് വേണ്ടി മറ്റൊരാൾ ആശംസ പറയേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും കോട്ടയം മുദ്രാസനത്തിലെ എല്ലാ വൈദികരുടെയും എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പേരിൽ നവവൈദികന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കോട്ടയം മുദ്രാസനത്തിലെ ഏബ്രഹാം ജി ഉടഹന്നാൻ എന്ന ഈ നവവൈദികന് വരുംകാല ജീവിതത്തിൽ ഇടവക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും എല്ലാവിധ അനുഗ്രഹങ്ങളും കൃപകളും ദൈവം ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഭംഗിയോടെ നിർവഹിക്കാൻ തക്കവണ്ണം ആവശ്യമായ പരിഷ്കാര കൃപ സൂചിപ്പിച്ചതുപോലെ എന്നും ബലിപീഠത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കോട്ടയം വികാസനത്തിന് വേണ്ടിയുള്ള ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിക്കും. ബഹുമാനപ്പെട്ട അച്ഛൻ ഉൾപ്പെട്ടിരിക്കുന്ന കുടുംബ യോഗത്തെ പ്രതിനിധീകരിച്ച്
തന്തനാടിനും ആടിയിച്ചും ഇടവും ആശംസ നേരുന്നു. വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, കോട്ടയം ഭദ്രാസനത്തിലെ മാതാപിതാക്കളുള്ള പരിശുദ്ധ സഭയിലേക്ക് ഒരു പുരോഹിതൻ കൂടെ ഇന്ന് ജനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പൗരോഹിത്യ കർമ്മം നിർവഹിക്കുക എന്ന് പറഞ്ഞത് ഇന്ന് നമ്മുടെ ശുശ്രൂഷകളെ മുഴുവനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രബോധനങ്ങളായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു, കൈകൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം നമ്മൾ പറയാനുള്ളത്, പരിശുദ്ധ മാമോദീസയുടെ പ്രകാശിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഈ ലോക വ്യക്തതയെ ഗ്രഹിക്കപ്പെട്ടെന്നുള്ള മനോനയനങ്ങളുടെ പ്രകാശനമാണ് ആത്മീയ ജീവിതം. അങ്ങനെയാണ് നമ്മൾ ഓരോ മാമോദീസയിലൂടെ സഭയിലേക്കായിരിക്കുന്നു. ഈ ലോക വ്യക്തതയെ ഗ്രഹിക്കപ്പെട്ടെന്നുള്ള മനോനയനങ്ങളുടെ പ്രകാശനം. ഈ പ്രകാശനം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ തക്കവണ്ണമുള്ള, ജനങ്ങൾക്കത് പ്രകാശനമാക്കി തീർമാനത്തിനുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് പൗരോഹിത്യ ഗണത്തിലുള്ളത്. അതുകൊണ്ട് പൗരോഹിത്യ ഗണത്തിലെന്ന നിലയിൽ ആയിക്കഴിഞ്ഞാൽ ആരാധനയോടുള്ള ബഹുമാനത്തിലും അതിനോടുള്ള ശ്രദ്ധയിലും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ലഭിച്ച പ്രഭാവനങ്ങളെ അതിൻ്റെ പൂർണ്ണത്തിൽ എത്തിക്കുവാനായിട്ട് ഓരോ പുരോഗതി സാധ്യമാക്കിയും അതിന് നവവൈദികന് സാധ്യമാക്കിയിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുന്ന പാഠമാകുള്ള കുടുംബത്തിലെ ഒരംഗമെന്ന നിലയിൽ കുടുംബത്തിനിടയിൽ ഗ്രാമത്തിൽ 1500 കുടുംബങ്ങളുണ്ട്. അതിന് ധാരാളം വൈദികരുമുണ്ട്. ഏറ്റവും ഇളയ സഹോദരനായിട്ട് വൈദിക കുടുംബത്തിലേക്ക് ബന്ധപ്പെട്ട പ്രിയപ്പെട്ട എബ്രഹാം ക്രിസ്റ്റിച്ചായ്ക്ക് കുടുംബത്തിൻ്റെ നാമത്തിലുള്ള എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവമുണ്ടായിരുന്നു. ഇടവകയെ പ്രതിനിധീകരിച്ച് വൈദികരെ പ്രതിനിധീകരിച്ച് ബഹുമാനപ്പെട്ട കുര്യൻ അച്ഛൻ ആശംസ നേരുന്നു. ദൈവനാമത്തിന് ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ആധുനികവാദിനി വൈദികരെ വിശ്വാസികളുടെ സമൂഹം നവാപേക്ഷനായ അച്ഛനെ എല്ലാ ആശംസകളും ദൈവാനുഭവം ഈ സമയം ആഗ്രഹിക്കുന്നു. ഏതാണ്ട് 1.5 നൂറ്റാണ്ടിലധികമായി ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിട്ടുണ്ട്. ഈ ദേവാലയത്തിലെ 4 അതിശ്രേഷ്ഠരായ ഇടവുപെട്ടക്കാരുണ്ടായിരുന്നു. അവർക്ക് മൺമറഞ്ഞു പോയി. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ 4 വൈദികരാണ് ഇപ്പോൾ സജീവമായി ഇടവക ശുശ്രൂഷയിൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളോടൊപ്പം 5ാമതൊരു അച്ഛനെ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്, സന്തോഷമാണത്. ബഹുമാനപ്പെട്ട ജോബൻ അച്ഛനെ എല്ലാ ഭാവങ്ങളും ചെയ്യുന്നു. ജോബൻ അച്ഛനെ, എബ്രഹാം അച്ഛനെ ഈ ഇടവകയിലെ മധ്യഭാഗ ശുശ്രൂഷകനായി തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം കുറിച്ചു. ഈ ഇടവകയിലെ എല്ലാ ആധ്യാത്മിക സംഘടനകളും, പ്രത്യേകിച്ച് യുവജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം സെക്രട്ടറിയായിരുന്ന സമയത്താണ് അഖില മലങ്കര നിലയിൽ ഇവിടുത്തെ യുവജന പ്രസ്ഥാനം ഏറ്റവും നല്ല യുവജന പ്രസ്ഥാനം എന്നുള്ള അവാർഡ് ലഭിക്കാനിടയായത്. ഏറ്റവും നല്ല യുവജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള പദവി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ പൂർവ്വകാലത്ത് തന്നെ ബാല്യകാലം വരുന്നതിൻ്റെ നല്ലൊരു പ്രവർത്തന ശൈലിയിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനുള്ള നല്ല കഴിവും പ്രാപ്തിയും ലഭിച്ചിട്ടുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷയിൽ, ഇടവക ശുശ്രൂഷയിൽ നിറപടിയായി ദൈവസന്നിധിയിൽ മുന്നിട്ടുള്ളത് നന്നായി പ്രവർത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ എല്ലാ അംഗങ്ങളുടെയും അതോടൊപ്പം ഇടവകയിലെ എല്ലാ വൈദികരുടെയും എല്ലാവരുടെയും പേരുള്ള ആശംസകൾ ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. ആശംസകൾ. പരിശുദ്ധ കാതോലിക്കവാദത്തിനുമേൽ അഭിമന്യാദിസ്വരത്തിനുമേൽ അന്യവൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, ശമാശന്മാരെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 2012-2016 ബാച്ചിലെ 35 പേരടങ്ങുന്ന ബാച്ചിലെ ഒരു സഹോദര ശമാശനായിരുന്നു ബഹുമാനപ്പെട്ട ബ്രാഹ്മണൻ. ഇന്ന് വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നു. 17ാമത്തെ വൈദിക ശ്രേഷ്ഠനായി ഈ പഠിച്ചിറങ്ങിയ ബാച്ചിലെ വ്യക്തിത്വമാണ് അദ്ദേഹം. വളരെ സ്നേഹത്തോടെ, കരുതലോടെ, നല്ലൊരു സുഹൃത്ത് ബന്ധത്തിൽ ഒത്തിരി ദിവസങ്ങൾ ചെലവഴിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. പ്രത്യേകിച്ച്
ഞങ്ങളുടെ സെമിനാരിയിലെ വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. അവർ കലാകായികപരമായി സൗഹൃദ സംഭാഷണത്തിൽ ഒത്തിരിയേറെ ഞങ്ങളെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ്. മിണ്ടാറില്ലെങ്കിലും സ്നേഹ സംഭാഷണത്തിൽ അല്പമൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് അച്ഛന് ഇന്ന് ഈ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിലുള്ള സ്നേഹവും സന്തോഷവും ഞങ്ങളുടെ എല്ലാ ബാച്ചിൻ്റെയും നമ്മുടെ സെമിനാരി വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പേരിൽ നേരുന്നു. വൈദിക പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് ബലിയർപ്പിക്കുമ്പോൾ ഈ സുഹൃത്ബന്ധങ്ങളും ഈ സ്നേഹ സംഭാഷണങ്ങളും ഞങ്ങളുടെ പരിമിതമായ ജീവിതത്തിൽ നിന്ന് പോയ കുറവുകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ പ്രാർത്ഥന നിർഭരമായ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം ബഹുമാനപ്പെട്ട അച്ഛന് 30, 60, 100 മേനിയായി അനുഗ്രഹ ആശംസകൾ നിറഞ്ഞ കവിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അനുഗ്രഹവാക്കുകൾക്കായി നമുക്ക് വേദി വന്യരായ ശ്രേഷ്ഠ വൈദികരെ, അഭിനവ വൈദികരെല്ലാം മറ്റ് സഹോദരി സഹോദരങ്ങളെ, ദീർഘമായ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല. ഈ വൈദിക സ്ഥാനത്തേക്ക് രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ ഒത്തിരി പേർക്ക് അതിൻ്റേതായ പങ്കാളിത്തമുണ്ട്. കുടുംബം, മാതാപിതാക്കൾ, ബാല്യകാല കുടുംബത്തിലെ അന്തരീക്ഷം, അതുപോലെ ദേവാലയത്തിലെ ജീവിത ക്രമങ്ങളും പ്രവർത്തനങ്ങളും എല്ലാത്തിനേക്കാൾ ഉപരിയായി ഞാലിയാമ്പുഴി ദേവാലയത്തിലെ കുറേ വർഷങ്ങൾ അദ്ദേഹം അവിടെ പരിശീലനം നേടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവിടെ പരിശീലനം തേടിയ വൈദികർക്ക് അതിൻ്റേതായ ഒരു പ്രത്യേകത സഭയിലുണ്ട്. അത് മറ്റൊരിടത്തിൽ നിന്നും കിട്ടാത്തതാണ്. ശാന്തമായി എങ്ങനെയാണ് ഒരു പുരോഹിത സ്ഥാനം നിർവഹിക്കേണ്ടത് കൃത്യമായി അവിടെ നിന്ന് പരിചയിക്കുകയും പരിശീലിക്കുകയും ചെയ്തിട്ടുണ്ട്. പഠന സംബന്ധമായ കാര്യങ്ങളും ആരാധനാ കാര്യങ്ങളിലൊക്കെ വളരെ അവഗാഹം ഉണ്ടാകത്തക്കവണ്ണമുള്ള വൈദിക സെമിനാരി പഠനവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വൈദിക ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അദ്ദേഹത്തിന് ധൈര്യവും അതിനുള്ള ദൈവാനുഗ്രഹവും ദൈവകൃപയും ഒക്കെ ധാരാളമായിട്ടുണ്ടാകണം. ജനത്തെ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മധ്യേ നടന്ന് ജനങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ജനങ്ങൾ പറയുന്ന മുഴുവൻ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിയുകയില്ല. അതേസമയം ദൈവശബ്ദം ഇന്നതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഒരു വലിയതുണ്ട്. ഒരു മോശ ജനത്തെ നയിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും നമ്മൾ വേദപുസ്തകത്തിൽ തന്നെ നമുക്കറിയാം. അറവൻ പോലും ഒരു സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ വിഷമിച്ച് തൻ്റെ മനസ്സിന് ചേരാത്ത വിധത്തിൽ ചില അനുവാദങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്ന് തിരിച്ചറിയുകയും അത് ധൈര്യത്തോടെ, വിനയത്തോടെ, സൗമ്യതയോടെ അത് ഭൂമിയിൽ മനുഷ്യ മനസ്സുകളിൽ അല്ലെങ്കിൽ ദൈവ ജനത്തിന് മുൻപാകെ അത് പൂർത്തീകരിച്ച് നടത്തി വരുന്നു. അതിന് ഒരുപാട് പ്രയാസങ്ങൾ, വിഷമതകൾ ഒക്കെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ദൈവം നമ്മോടൊപ്പം കാണും. അതുപോലെ തന്നെ ഒരു കുടുംബ ജീവിതത്തിലേക്കും കൂടെ കുടുംബജീവിതത്തിൽ നിയോഗമുള്ള അച്ഛൻ്റെ ഏറ്റവും വലിയ പിൻബലമാണ് ദൈവം നൽകിയ ജീവിത പങ്കാളി. ആ ജീവിത പങ്കാളി സഹധർമ്മിണി അച്ഛമ്മ ഈ അച്ഛനെ ബലപ്പെടുത്തുന്നതിൽ ഒത്തിരി വലിയ പങ്ക് വഹിക്കണം. അവരും ഒരുപാട് ത്യാഗം അനുഭവിക്കുന്നു. എല്ലാ തരത്തിലും നല്ല സഭയ്ക്ക് ഒരു നല്ല വൈദികൻ, ഒരു മാതൃകാ വൈദികൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടരട്ടെ
അനുഗ്രഹിക്കട്ടെ. അതുമുഖാന്തരം മലങ്കര സഭ കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഉപഹാര സമർപ്പണമാണ് ആദ്യമായി ഓർത്തഡോക്സ് പള്ളിയുടെ ഉപഹാരം ഇടവയ്ക്ക് വേണ്ടി കൈക്കാരൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട എബ്രഹാം അച്ഛന് നൽകുന്നു. ഉപഹാര ശുശ്രൂഷകരുടെ ഉപഹാരം മുഖ്യ ശുശ്രൂഷകൻ കുര്യാക്കോസ് ബഹുമാനപ്പെട്ട അച്ഛന് നൽകുന്നു. മറ്റ് ആരെങ്കിലും സമ്മാനം കൊടുക്കാൻ താല്പര്യപ്പെടുമെങ്കിൽ ഇപ്പോൾ അതിനുള്ള അവസരമാണ്, കൊടുക്കാവുന്നതാണ്. പ്രാർത്ഥനയുള്ള കുടുംബയോഗത്തിൻ്റെ ഉപഹാരം നൽകുക. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പട്ടത്വ ദാന സ്വീകരണത്തോടനുബന്ധിച്ച് യൂത്ത് ലീഗുകാർ പുറപ്പെടുവിക്കുന്ന ആത്മനാഥം എന്ന പത്രത്തിൻ്റെ പ്രകാശനം പരിശുദ്ധവാദിനായി ദിവ്യനാഥീസ്തോട് നൽകിക്കൊണ്ട് ഇപ്പോൾ നിർവഹിക്കുന്നതാണ്. നവവൈദികൻ ഇപ്പോൾ മറുപടി നന്ദി പ്രകാശനവും നടക്കുന്നതാണ്. വിശുദ്ധ നവവൈദികനെ അഭിനന്ദന ദിവസോസിനെ മന്ദിരായ വൈദിക ശ്രേഷ്ഠരെ കർത്താവിനെ പരിശുദ്ധാത്മാവിന്റെ മൂലമാകുന്ന ആ വസനത്തിന്റെ അതിമഹനീയമായ ഈ ഉപഹാരം വെച്ച് പരിശുദ്ധ ഉപഹാരങ്ങൾക്ക് അഭിഗമ്യ പരിശുദ്ധ പിതാക്കന്മാരുടെ കരങ്ങളായി ഇന്ന് കശീശ സ്ഥാനത്തേക്ക് ദൈവകൃപയാൽ ഉയർത്തപ്പെടുവാൻ സാധിച്ചു. ഭൂമിയിലെ നിധിപോയിയാൽ എന്നെ ദൈവിക രഹസ്യങ്ങളുടെ തിരുവുമാസ സ്ഥലത്ത് കരുണയോടെ അർഹനാക്കുകയും നിങ്ങൾ സ്തുതിക്കുന്നവരായ മാലാഖമാരുടെ എണ്ണത്തിൽ ചേർക്കുകയും ചെയ്യുക. തമ്പുരാന്റെ അളവറ്റ അനുഗ്രഹങ്ങൾക്കും കൃപയ്ക്കും സ്തുതിയും സ്തോത്രവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഈ ദൈവികമായ പട്ടത്വദാന ശുശ്രൂഷയിൽ പരിശുദ്ധമായ ഈ പദവിയിലേക്ക് ഉയർത്തിയ പരിശുദ്ധ പിതാവ് ശമാശനായപ്പോൾ ഇന്ന് ഈ കശീശ പദവിയിലേക്ക് ഉയർത്തിയ പരിശുദ്ധ നവാദ്യ മനസ്സുകൊണ്ടാണ് പരിശുദ്ധ പിതാവിനോടുള്ള ഭക്തിയാദരവ് ഈ സമയത്ത് പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ കുദാശയിൽ ദൈവികമായ ശുശ്രൂഷയും സഹകരണത്തിൽ വഹിക്കുകയും എന്നെ പൂർണ്ണ ശമാശ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തത് അഭിഗമ്യ ദിയോസ്തോസിന്റെ മനസ്സുകൊണ്ടാണ്. തിരുമേനിയുടെ സ്നേഹത്തിനും കരുതലിനും അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഈ സമയത്ത് തിരുമേനിയുള്ള ഭക്തിയാദരവുകൾ ഈ സമയത്ത് അറിയിക്കുന്നു. തീർച്ചയായിട്ടും ജന്മം നൽകിയ മാതാപിതാക്കൾ ഈ വഴിയെ കാണിച്ചു തന്നെങ്കിൽ ഇത്രത്തോളം എന്നെ കൈപിടിച്ച് നടത്തിയത് പരിശുദ്ധനായ ഈ വനസ്ഥിതിയാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ 5 വർഷം തിരുമേനിയോടൊപ്പം താമസിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. ഇന്ന് ദൈവികമായ ഒരു സാന്നിധ്യം, ദൃശ്യമായ ഒരു സാന്നിധ്യം ഇവിടെ ഇല്ല എങ്കിലും സ്വർഗീയ ബഹുമാനങ്ങൾ ഇരുന്നുകൊണ്ട് നാലാകുമാരോടൊപ്പം തിരുമേനി ഇന്ന് ഈ കുദാശയെ അനുഗ്രഹിക്കുന്നു എങ്കിൽ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഓർക്കുന്നു. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇടവകയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന മന്ദിരായ 4 വൈദിക ശ്രേഷ്ഠരെ ശമാശനുണ്ട്. മന്ദിരായ 4 വൈദിക ശ്രേഷ്ഠരെ ശമാശന്റെയും പ്രാർത്ഥന എപ്പോഴും എന്നോടൊപ്പമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇടവകയുടെ പട്ടക്കാരായിരിക്കും 4 വൈദിക ശ്രേഷ്ഠ ഗുരുവിലച്ഛൻ, ജനേഷ് അച്ഛൻ, രവിയച്ഛൻ, അതുപോലെ തന്നെ ജോലി ഷാജി അച്ഛൻ പ്രത്യേകമായ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകമായ കരുതലിനും സ്നേഹത്തിനും ഈ പ്രത്യേകമായ സമയത്ത് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ദൈവികമായ കുദാശയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്ത മന്ദിരായ വൈദിക ശ്രേഷ്ഠ ഭജനാസനത്തിൽ എല്ലാ വൈദികരുണ്ട്. എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത എൻ്റെ സഹപാഠികളായ സഹോദര വൈദിക ശ്രേഷ്ഠരുണ്ട്.
എന്നും എപ്പോഴും എനിക്ക് തുണയും കോട്ടയുമായ അനേകരുണ്ട്. കുറ്റവാളികളോട് നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. വേദശാസ്ത്രത്തിന്റെ ആദ്യകാലം എനിക്ക് പകർന്നു തന്ന എൻ്റെ സൺഡേ സ്കൂളിലെ അധ്യാപകർ, തുടർന്ന് അറിവിലെ പുതിയ മേഖലകളൊക്കെ പരിചയപ്പെടുത്തുന്ന എൻ്റെ സ്കൂളിലെയും കോളേജിലെയും എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ, ഞാനിന്നപ്പോൾ ആത്മീയമായ ജീവിതത്തിന് വേണ്ട എല്ലാ പാഠങ്ങളും എന്നെ പഠിപ്പിച്ചു തന്ന വന്യരായ വൈദിക ശ്രേഷ്ഠ ജോർജ് വിളിക്കുന്നുണ്ട്, സന്തോഷിച്ചുണ്ട്, ജസനച്ചനുണ്ട്, സകലയാച്ചനുണ്ട്, പി സി തോമസ് അച്ഛനുണ്ട്, മാതൃകുട്ടി അച്ഛനുണ്ട്, അച്ഛനുണ്ട്. അതുപോലെ തന്നെ അന്നും ഇന്നും എന്നോടൊപ്പം അവിടെ താമസിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ഞാനിലെ പഠനത്തിന് ശേഷം സെമിനാരിയിൽ പഠിക്കുവാൻ പോയപ്പോൾ വേദശാസ്ത്രത്തിന്റെ എല്ലാ അറിവുകളും അതോടൊപ്പം തന്നെ ദൈവികമായ ഗുരുദാശങ്ങളെയും എന്നെ പഠിപ്പിച്ചു തന്ന എൻ്റെ സെമിനാരിയിലെ ഗുരുക്കന്മാരെയും ഈ സമയത്ത് പ്രത്യേകമായി ഓർക്കുന്നു. സാന്നിധ്യം കൊണ്ടില്ല എങ്കിലും പ്രാർത്ഥന കൊണ്ട് എന്നെ അനുഗ്രഹിച്ച എല്ലാ ഗുരുക്കന്മാരെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കള്, എൻ്റെ സഹോദരങ്ങളെ, ദൈവം എനിക്ക് ഭാഗ്യമായിട്ടുള്ള എൻ്റെ സഹധർമ്മയുടെ കുടുംബാംഗങ്ങൾ, എന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന എൻ്റെ ഇടവകയിലെ എല്ലാ നല്ലവരായ ആളുകളും, എൻ്റെ സ്നേഹിതരെ, ശാസ്ത്രക്കാര് എല്ലാവരോടും പ്രത്യേകമായ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ ദൈവികമായ ഉദാശയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഒരിക്കലും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ബന്ധമല്ല ഇടവകയിലെ വികാരികളോട് സഹവികാരികളോടുള്ളത്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നേതൃത്വവും നൽകിയത് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കുര്യാക്കോസ് വിദ്യാസച്ചനുമാണ്. ഇടവകയിൽ ചുമതലയേൽക്കുന്ന ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തിന് ഇടവകയിലെ ചുമതലയേൽക്കുന്നതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയത് പള്ളിക്കാട് ചേർന്നാണ്. അന്ന് അച്ഛനുമായുള്ള ആ സംഭാഷണത്തിൽ അച്ഛൻ്റെ കരുതലും സ്നേഹവും ഏറ്റവും കൂടുതൽ അറിയുവാൻ സാധിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ എല്ലാ കാര്യങ്ങൾക്കും എന്നോടൊപ്പം നിന്ന് ഉപദേശങ്ങൾ കൊണ്ടും ജീവിത രീതി കൊണ്ടും എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. സെമിനാരി പഠനത്തിന് ശേഷം ഇവിടെ വന്നപ്പോൾ അച്ഛനോട് പറഞ്ഞു, ചമാശ എൻ്റെ കൂടെ കൂടിക്കൂ, ഞാൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാം. തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ കരുതലിനും സ്നേഹത്തിനും അതുപോലെ തന്നെ എല്ലാ ക്രമീകരണങ്ങൾക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. സഹോദരത്തുല്യനായി എന്നെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കുര്യാക്കോസ് വിദ്യാസത്തിനോടുള്ളവൻ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയ ഇടവകയിലെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും പ്രത്യേകം ഈ സമയത്ത് ഓർക്കുന്നു. പ്രാർത്ഥന കൊണ്ടും ആശംസ കൊണ്ടും ഉപകാരങ്ങൾ കൊണ്ടും അനുഗ്രഹിച്ച കുടുംബയോഗം എല്ലാ അംഗങ്ങളെയും പ്രത്യേകം ഈ സമയത്ത് ഓർക്കുന്നു. ഈ ഇടവകയിൽ മദ്ബഹായിൽ എന്നോടൊപ്പം ശുശ്രൂഷിച്ച പ്രധാന ശുശ്രൂഷകനായിരുന്ന അബു ചേട്ടൻ, ഇപ്പോൾ പ്രധാന ശുശ്രൂഷകനാണ് കുര്യാക്കോസ്, എന്നോട് കൂടെ ശുശ്രൂഷ ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും അവർ നൽകിയ എല്ലാ കുടുംബങ്ങൾക്കും ഈ സമയത്ത് പ്രത്യേകമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒരിക്കലും സ്നേഹം കൊണ്ടോ നന്ദി വാക്കുകൊണ്ടോ അവസാനിപ്പിക്കാവുന്ന ഒരു ബന്ധമല്ല ഇവിടുത്തെ വിജയ പ്രസാരവുമായിട്ട് എനിക്കുള്ളത്. ഒരിക്കലും നന്ദി പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അപരാധമായി ഞാൻ കരുതുന്നു. മറിച്ച് വിവിധ പ്രസ്ഥാനത്തിലെ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് ചെയ്തു തന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ ഉപകാരങ്ങൾക്കും സഹകരണങ്ങൾക്കും പ്രത്യേകമായ നന്ദിയും കടപ്പാടും മാത്രം ഈ സമയത്ത് അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളൊക്കെയും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ പരിപൂർണമായ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. ഈ നിലയിൽ എത്തുവാൻ എൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിച്ചത് വിജന പ്രസ്ഥാനമാണ്. വിജന പ്രസ്ഥാനത്തിലേക്ക് നയിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളും എന്നോടൊപ്പം പ്രവർത്തിക്കുകയും എനിക്ക് എല്ലാ പിന്തുണ നൽകുകയും ചെയ്യുന്ന എല്ലാ സഹപ്രവർത്തകരെയും നന്ദിയോട് അവരോടുള്ള പ്രത്യേകമായ കടപ്പാട് ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആരെങ്കിലും എടുത്തു പറഞ്ഞ് നന്ദി പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയിൽ ശ്രമിക്കുക. എല്ലാവരെയും പ്രത്യേകമായ അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥനകളും അനുഗ്രഹിച്ച എല്ലാവർക്കും പരിശുദ്ധ പിതാവിനും അഭിമന്യനും ഭദ്രാസനത്തിലെ എല്ലാ വൈദികർക്കും ആശംസ അറിയിച്ച ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി ആവുന്നച്ഛന്, ഇടവകയിലെ വൈദിക ശ്രേഷ്ഠരെ സാന്നിധ്യം കൊണ്ടറിയിച്ച എല്ലാ വൈദികർക്കും സഹപാഠികൾക്കും വന്നുചേർന്ന എല്ലാവർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പരിശുദ്ധനായ ഈവോനസിമയുടെ ഒരു വാക്കുകൾ ഇപ്പോഴും കാത്തിൽ ഒഴുകുന്നുണ്ട്. ഈ വസ്ത്രം എന്ന് പറയുന്നത് അഗ്നിയാണ്.
അത് എന്നെ ദഹിപ്പിച്ചു കളയാതിരിക്കാൻ എൻ്റെ പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടാകുവാൻ, എൻ്റെ കരങ്ങൾക്ക് ശക്തി ഉണ്ടാകുവാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ബലഹീനമായ കൈകൾ കൊണ്ട് തിരിച്ചറിയുന്ന രഹസ്യങ്ങളെ ആഘോഷിക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്ന ദൈവനാമം മാത്രം മഹത്വപ്പെടും. എല്ലാവരും കൈമുട്ടിക്കും. നവവൈദികൻ എല്ലാവരും കൈമുട്ടിക്കും. പക്ഷം പ്രധാനപ്രശ്നം ക്രമീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർക്ക് നമ്മുടെ ഹോളിൻ്റെ ബാൽക്കണിയിലാണ്. വൈദിക വിദ്യാർത്ഥികൾ ഞാൻ രാവിലെ ഏറായും പത്തുപുറത്ത് ഏറായും നമുക്ക് വന്നിട്ടുള്ളവർ ഇവിടെയെല്ലാവരും ബാക്കിയുള്ളവർക്ക് ഹോളിലാണ് പ്രഭാതഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. കൈമുട്ടി ഇറങ്ങി എല്ലാവരും ആ സൽക്കാരത്തിലൂടെ പങ്കുകൊള്ളണം എന്ന് ഓർപ്പിക്കുന്നു. ഇത്രയും എല്ലാ കാര്യങ്ങൾ അനുഗ്രഹീതമായ ജീവിതത്തിൽ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാന്നിധ്യം കൊണ്ട് ശുശ്രൂഷകളോട് നമ്മൾ അനുഗ്രഹിച്ച പരിസ്ഥിതിയാണ്. ശ്രേഷ്ഠരോടും ഇതിനെ സംബന്ധിച്ച എല്ലാ വിശ്വാസികളോടും ഇടവകയ്ക്കുള്ള അഭേദവുമായ സന്തോഷം, നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കുന്നു. കാരോടു ഏർപ്പാടാക്കി കർത്താവിവരെ ഭൂമിയിൽ അണിയിച്ചാരവരനിശം തന്നുടെ സഭയെ അനവരതം ചെയ്തേറ്റി വസിക്കും സ്തുതികളാലേ. വിണ്ണിൻ നായകനാം തന്നാഥ രഹസ്യങ്ങളാൽ മണ്ണിൻ വിളവുകൾ പാട്ടക്കാരൻ കാഴ്ചയച്ചു. തന്നോട് Amen.
Thank you.